السلام عليكم ورحمة الله وبركاته. مختصر 64. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه. നാം പറഞ്ഞു വന്നത് മുസ്നദ് ഇലൈഹിന്റെ മേൽ മറ്റൊരു ഷൈഇനെ അത്ഫ് ചെയ്യുന്ന വിഷയമാണ്. അത് തുടരുകയാണ്. ഔ റദ്ദി സാമിഇ, അല്ലെങ്കിൽ സാമിഇനെ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുസ്നദ് ഇലൈഹിന്റെ മേൽ മറ്റൊരു ഷൈഇനെ അത്ഫ് ചെയ്യുന്നത്. അനിൽ ഖത്ഇ ഫിൽ ഹുക്മി, ഹുക്മിലുള്ള ഖത്ഇൽ നിന്ന് സാമിഇനെ റദ്ദ് ചെയ്യുക. സാമിഇന് ഹുക്മിൽ പിഴവ് സംഭവിച്ചു. ആ പിഴവ് ശരിയല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇവിടെ മുത്തക്കല്ലിമ് ചെയ്യുന്നത്. ഇലസ്വവാബി, സവാബിലേക്ക് റദ്ദ് ചെയ്യാൻ വേണ്ടി. നഹ്വു ജാഅനി സയ്യിദുൻ ലാ അംറുൻ എന്ന് പറയും പോലെ. ഇത് ആരോടാണ് പറയുന്നത്? അംറാണ് വന്നത്, സയ്യിദല്ല എന്ന് മനസ്സിലാക്കിയവനോട് സയ്യിദാണ് വന്നത്, അംറല്ല എന്ന് പറയും. നഹ്വു ജാഅനി സയ്യിദുൻ ലാ അംറുൻ, എന്റെ അടുക്കൽ സയ്യിദ് വന്നു, ലാ അംറുൻ നീ മനസ്സിലാക്കിയതുപോലെ അംർ അല്ല. ലിമൻ ഒരാളോട്, ഇഅ്തഖദ അവൻ വിശ്വസിച്ചു, അന്ന അംറൻ ജാഅക അംറാണ് നിന്റെ അടുക്കൽ വന്നത് എന്നാണ് അവൻ മനസ്സിലാക്കിയത്. ദൂന സയ്യിദിൻ, സയ്യിദിനെ കൂടാതെ. അപ്പൊ സയ്യിദല്ല അംറാണ് വന്നത് എന്ന് മനസ്സിലാക്കിയവനോട് സയ്യിദാണ് വന്നത്, അംറല്ല എന്ന് നേരെ ഹുക്കുമിനെ കൽബ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവൻ മനസ്സിലാക്കിയത് എന്താണ്? അംറാണ് വന്നത്, സയ്യിദല്ല എന്നാണ്. അവനോട് പറയണം സയ്യിദാണ് വന്നത്, അംറല്ല. ഇവിടെ ലാ കൊണ്ട് അത്ഫ് ചെയ്തു. ഇതിന് കസ്ർ ഖൽബ് എന്ന് പറയും. കാരണം ഹുക്കുമിന്റെ അക്സ് മനസ്സിലാക്കിയവനോടാണ് ഇത് പറയുന്നത്. അതെ, കസ്ർ ഖൽബ്. അത്തഖ്സീസു ബിശൈഇൻ ദൂന ശൈഇൻ, അത് കസ്ർ ഇഫ്രാദാണ്. മറ്റത് അത്തഖ്സീസു ബിശൈഇൻ മക്കാന ശൈഇൻ, ഇതിനാണ് കസ്ർ ഖൽബ് എന്ന് പറയുന്നത്. ഔ അന്നഹുമാ ജാഅക, അലിയിൽ അവർ രണ്ടുപേരും നിന്റെ അടുക്കൽ വന്നു, ജമീഅൻ രണ്ടുപേരും തന്നെ. അങ്ങനത്തവരോടും പറയാം, അത് കസ്ർ ഇഫ്രാദ്. അപ്പോൾ ഒരാൾ എന്ത് മനസ്സിലാക്കി? യഥാർത്ഥത്തിൽ വന്നത് സയ്യിദാണ്, അംറല്ല. അവിടെ അംറാണ് വന്നത്, സയ്യിദല്ല എന്ന് മനസ്സിലാക്കിയവനോട് ജാഅനി സയ്യിദുൻ ലാ അംറുൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തായി? കസ്ർ ഇഫ്രാദായി, അല്ല കസ്ർ ഖൽബായി. കസ്ർ ഇഫ്രാദല്ല, കസ്ർ ഖൽബ്. അല്ലെ രണ്ടാളും വന്നു എന്ന് മനസ്സിലാക്കി, യഥാർത്ഥത്തിൽ ഒരാളെ വന്നിട്ടുള്ളൂ, അത് കസ്ർ ഇഫ്രാദ് എന്നും പറയും. ഒന്നാമത്തത് കസ്ർ ഖൽബ്, രണ്ടാമത്തത് കസ്ർ ഇഫ്രാദ്. ഇത് ലാ കൊണ്ടുള്ള അത്ഫ്, ഇത് രണ്ടിനും വരും. പിന്നെ കസ്ർ തഈൻ എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അതിനും വരും. അത് കസ്ർ ഇഫ്രാദിൽ ഉൾപ്പെടുത്തിയതാണ്. വലാക്കിൻ, ലാക്കിൻ ആകുന്നത് ഐലൻ വീണ്ടും ലിറദ്ദി ഇല സവാബി, സവാബിലേക്ക് റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹുക്മിലുള്ള പിഴവിനെ തൊട്ട് സാമീനെ റദ്ദ് ചെയ്യുക സവാബിലേക്ക്. പക്ഷേ ലായും ലാക്കിനും വ്യത്യാസമുണ്ട്. ഇല്ലാ അന്നഹു, എങ്കിലും ഈ ലാക്കിൻ ലായുക്കാലു, ലാക്കിൻ എന്ന കലിമത്തിന് പറയപ്പെടുകയില്ല ലി നഫി ഷിർക്കത്തി, ഷിർക്കത്തിന് നഫി ചെയ്യാൻ വേണ്ടി പറയുകയില്ല. ഷിർക്കത്തിന് നഫി ചെയ്യാൻ വേണ്ടി എന്ന് പറയുന്നത് ലാക്കിൻ നഫിന്റെ ശേഷമേ വരുള്ളൂ. അത് അൽഫിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? വഔലി ലാക്കിൻ നഫിയൻ ഔ നഹിയൻ വല
നിദാഅൻ ഔ അംറൻ ഔ ഇസ്ബാതൻ തലാ. ലാക്കിൻ നഫിയുടെയോ നഹിന്റെയോ ശേഷമേ വരികയുള്ളൂ. ലാ നിദാഇന്റെ ശേഷം, അല്ലെങ്കിൽ അംറിന്റെ ശേഷം, അല്ലെങ്കിൽ മുസ്ബത്തിന്റെ ശേഷം. ഇതൊരു ലാ വരും. ലായും ലാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനുപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ശിർക്കത്തിന് നഫി ചെയ്യാൻ വേണ്ടി ലാക്കിൻ എന്ന കലിമത്തിനെ പറയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ കസ്ർ ഇഫ്റാദിന് വരൂല എന്നർത്ഥം. പിന്നെ എന്തിനേ വരുള്ളൂ? കസ്ർ കൽബിനെ വരികയുള്ളൂ. പിന്നെ പക്ഷേ ഇവിടെ ലാ ലിമൻ ഇഅ്തഖദ അന്ന അംറൻ ജാഅക ദൂന സൈദിൻ, കസ്ർ കൽബിന് വരും എന്ന് മനസ്സിലായി. അമ്രു വന്നു എന്ന് വിശ്വസിച്ചു സെയ്ദിനെ കൂടാതെ. അവിടെ ജാഅനി സെയ്ദുല്ല അമ്രുൻ എന്ന് പറയുമ്പോൾ കസ്ർ കൽബ്. ഔ അന്നഹുമാ ജാഅക ജമീഅൻ, അല്ലെങ്കിൽ രണ്ടാളും നിന്റെ അടുക്കൽ വന്നു, അങ്ങനത്തവനോടും എന്ത് പറയാം? ജാഅനി സെയ്ദുൻ ലാ അമ്രുൻ, സെയ്ദാണ് വന്നത്, അമ്രല്ല. അവിടെ കസ്ർ ഇഫ്റാദായി. അപ്പോ കസ്ർ ഇഫ്റാദിനും കസ്ർ കൽബിനും ലാന ഉപയോഗിക്കും എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എങ്കിൽ കസ്റിന്റെ ബാബിൽ ശൈഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞത് വഫീ ദലായിലിൽ ഇജാസി അന്ന ഇന്നമാ വലൽ ആതിഫത്ത, ഇന്നമയും ആതിഫത്തായ ലായും ഇന്നമാ യുസ്തഅമലാനി ഫിൽ കലാമിൽ മുഅ്തദ്ദി ബിഹി ലികസ്റിൽ ഖൽബി ദൂനൽ ഇഫ്റാദീന. അവിടെ ഇന്നമ കൊണ്ട് അസ്റാക്കിയിട്ടാ പറഞ്ഞത്. മുഅ്തദ്ദി ബിഹിയായ കലാമിൽ ആതിഫത്തായ ലായും ഇന്നമയും കസ്ർ കൽബിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഹസ്റാക്കി പറഞ്ഞു കസ്ർ ദൂനൽ ഇഫ്റാദി, കസ്ർ ഇഫ്റാദിനെ കൂടാതെ. അപ്പോൾ മുഅ്തദ് ബിഹിയായ കലാമിൽ വരാൻ പോകുന്ന കസ്റിന്റെ ബാബിൽ ശൈഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞതിന് ഷാരിഹ് നഖൽ ചെയ്തുകൊടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇന്നമയും ആതിഫത്തായ ലായും കസ്ർ കൽബിന് മാത്രമേ വരികയുള്ളൂ, കസ്ർ ഇഫ്റാദിന് വരൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശൈഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ ദലായിലുൽ ഇജാസിൽ പറഞ്ഞതാണ്. ഇവിടെ രണ്ടിനും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുഅ്തദ് ബിഹിയായ കലാമിൽ കസ്ർ കൽബിന് എന്നാണ് ദലായിലുൽ ഇജാസിൽ പറഞ്ഞത്. ഇത് മുഅ്തദ് ബിഹിയായ കലാം അല്ലാന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ മുഅ്തദ് ബിഹിയായ കലാമിൽ കസ്ർ കൽബിന് മാത്രം, അല്ലാത്ത കലാമിൽ കസ്ർ ഇഫ്റാദിനും വരും എന്ന് മനസ്സിലായല്ലോ. ആ അടിസ്ഥാനത്തിലാണ് ഔ അന്നഹുമാ ജാഅക ജമീഅൻ, രണ്ടാളും നിന്റെ അടുക്കൽ വന്നു, അങ്ങനത്തവനോടും എന്ത് പറയാം? ജാഅനി സെയ്ദുൻ ലാ അംറുൻ, സെയ്ദാണ് വന്നത്, അമ്രല്ല. അവിടെ കസ്ർ ഇഫ്റാദിനായി ആതിഫത്തായ ലാ കസ്ർ ഇഫ്റാദിന് ഇവിടെ ഉപയോഗിച്ചതിന്റെ ഉദാഹരണം ആണ് പറഞ്ഞത്. ഷാരി പറഞ്ഞതിൽ നിന്ന് ലാ ആതിഫത്തായ ലാ കസ്ർ ഇഫ്റാദിനും ഉപയോഗിക്കാം എന്ന് വന്നിട്ടുണ്ട്. അത് മുഅ്തദ് ബിഹിയായ കലാമിൽ കസ്ർ കൽബിന് മാത്രമേ വരുള്ളൂ എന്നാണ് ശൈഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ അവിടെ പറഞ്ഞത്. ആ കസ്റിന്റെ ബാബിൽ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി പറയട്ടെ വലാക്കിൻ. അപ്പൊ ഇപ്പോൾ പറഞ്ഞത് ആതിഫത്തായ ലാ മുസ്നദ് ഇലൈഹിന്റെ മേൽ ലാ കൊണ്ട് അത്ഫ് ചെയ്തു. അത് എന്തിന് അത്ഫ് ചെയ്തു? അത് സാമീനെ ആ ഹുക്കുമിലുള്ള പിഴവിൽ നിന്ന് സാമീനെ സവാബിലേക്ക് റദ്ദ് ചെയ്യാൻ വേണ്ടി. ഹുക്കുമിലുള്ള പിഴവെന്തായി? പറഞ്ഞ ഉദാഹരണത്തിലുള്ള പിഴവ് ഒരാള് ഇതൊക്കെ ഇലാഫിയായ കസറിലാണ് ഈ വിഷയം നടക്കുകയുള്ളൂ. ഹക്കീക്കിയ കസറുള്ളോടത്ത് ഇത് ഈ ഉദാഹരണം പറ്റൂല. കാരണം ഇത് സെയ്ദും അംറും തമ്മിലാണ് ഇവിടെ നമ്മുടെ വിഷയം. അമ്രു വന്നു, സെയ്ദ് വന്നിട്ടില്ല.
എന്ന് മനസ്സിലാക്കിയവനോട് സെയ്ദ് വന്നു അമ്ര വന്നിട്ടില്ല, അത് കസർ കൽബായി. അല്ലെ രണ്ടാളും വന്നു എന്ന് മനസ്സിലാക്കിയവനോടും ഇത് പറയാമെന്നാണല്ലോ, അവിടെ കസർ ഇഫ്രാദിന് വന്നു. വലാക്കിൻ, ലാക്കിൻ ആകുന്നത് ഐലൻ വീണ്ടും ലിറദ്ദി ഇല സവാബി, സവാബിലേക്ക് റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹുക്കുമിലുള്ള പിഴവിൽ നിന്ന് സാമീനെ സവാബിലേക്ക് മടക്കാൻ വേണ്ടി. പക്ഷേ ഇല്ല അന്നഹു, എങ്കിലും ഈ ലാക്കിൻ എന്ന കലിമത്ത് ലാ യുഖാലു പറയപ്പെടുകയില്ല ലി നഫി ശിർക്കത്തി, ശിർക്കത്തിനെ നഫി ചെയ്യാൻ പറയപ്പെടുകയില്ല. ഹത്താ ഇന്ന നഹവ മാ ജാഅനി സയ്യിദുൻ ലാക്കിൻ അംറുൻ, മാ ജാഅനി സയ്യിദുൻ ലാക്കിൻ അംറുൻ പോലത്തത്, സയ്യിദ് വന്നിട്ടില്ല ലാക്കിൻ അംറുൻ എങ്കിലും അംറു വന്നു. ഇന്നമാ യുഖാലു, അതിനെ പറയപ്പെടും ലിമൻ ഇത്തക്കഥ, വിശ്വസിച്ചവരത്തിനോട് എന്ത്, അന്ന സയ്യിദൻ ജാഅക ദൂന അംറിൻ, സയ്യിദാണ് നിന്റെ അടുക്കൽ വന്നത് അംറല്ല എന്ന് മനസ്സിലാക്കിയവനോട് മാത്രമേ ലാക്കിൻ എന്ന കലിമത്തിനെ പറയപ്പെടുകയുള്ളൂ, ലാക്കിൻ കൊണ്ട് അത്ഫ് ചെയ്ത് പറയുകയുള്ളൂ. അതായത് കസ്ർ ഇഫ്രാദിന്, കസ്ർ കൽബിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് ഷാരിഹി തങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നത്. ലായുക്കാലുലി നഫി ഷിർക്കത്തി, ഷിർക്കത്തിന് നഫി ചെയ്യാൻ വേണ്ടി പറയപ്പെടുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഷിർക്കത്തിന് നഫി ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ കസ്ർ ഇഫ്രാദിന് വരൂല. ഇനി പറയട്ടെ, ഇവിടെ പറയുന്നുണ്ട് ലാലിമൻ, ഒരാളോടല്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞതെന്താണ്, ലാ അന്നഹു എങ്കിലും ലാക്കിൻ എന്ന കലിമത്ത് ലായുക്കാലു പറയപ്പെടുകയില്ല ലി നഫി ഷിർക്കത്തി, ഷിർക്കത്തിന് നഫി ചെയ്യാൻ വേണ്ടി പറയുകയില്ല. ഷിർക്കത്തിന് നഫി ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞത് ഈ ലാക്കിൻ നഫിന്റെ ശേഷമല്ലേ വരുള്ളൂ, അതുകൊണ്ടാണ്. ഹത്താ ഇന്ന നഹ്വ മാ ജാഅനി സയ്യിദുൻ, മാ ജാഅനി സയ്യിദുൻ പോലത്തത് ലാക്കിൻ അംറുൻ, മാ ജാഅനി സയ്യിദുൻ എന്റെ അടുക്കൽ സയ്യിദ് വന്നിട്ടില്ല, ലാക്കിൻ അംറുൻ എങ്കിലും അംറു വന്നു. ഇതിവിടെ എന്താണ്, സയ്യിദ് വന്നു അംറു വന്നു. ലിമൻ ഇന്നമായുക്കാലു, ഇതിനെ പറയപ്പെടും ലിമൻ ഇത്തക്കഥ, വിശ്വസിച്ചവരത്തിനോട്. എന്താ അവന് വിശ്വസിച്ചത്, ഇന്ന സയ്യിദൻ, സയ്യിദ് ജാഅക നിന്റെ അടുക്കൽ വന്നു, ദൂന അംരിൻ അംറിനെ കൂടാതെ. അവിടെ സയ്യിദ് വന്നിട്ടില്ല എന്ന് സുബൂത്താക്കലാണ് ഇവിടുത്തെ ലക്ഷ്യം. അവിടെ എന്താണ്, കസ്ർ കൽബ്. അപ്പൊ കസ്ർ കൽബിന് മാത്രമേ വരികയുള്ളൂ എന്നാണ് ഷാരിഹി ഇവിടെ വ്യക്തമാക്കുന്നത്. ഇന്നമ കൊണ്ട് ഹസറാക്കി പറഞ്ഞു. ഇന്നമായുക്കാലു, തീർച്ചയായിട്ടും അതിനെ പറയപ്പെടലിമൻ, ഒരാളോട് മാത്രമേ പറയപ്പെടുകയുള്ളൂ. ഇന്നമ കൊണ്ട് ഹസറുണ്ട്. ഇന്നമ കസറിന്റെ അദാത്താണെന്ന് ജമ്മുൽ ജവാമിയിൽ പറഞ്ഞിട്ടുണ്ട്. കസറിന്റെ ബാബിൽ മുഖത്തസറിലും പറയാൻ പോകുന്നുണ്ട്. അതിൽ ഖിലാഫും ഉണ്ട്. ഏതായാലും കസർ ഉണ്ട് എന്ന അഭിപ്രായ പ്രകാരം അതാണ് മുഅത്തമദ്, അതാണ് സവാബും. ഇന്നമായുക്കാലു, ഈ വാക്കിനെ മാ ജാഅനി സയ്യിദുൻ ലാക്കിൻ അംറുൻ പോലത്തതിനെ, അല്ല മാ ജാഅനി സയ്യിദുൻ ലാക്കിൻ അംറുൻ പോലത്തതിനെ പറയപ്പെടും ലിമൻ, ഒരാളോട് മാത്രമേ പറയപ്പെടുകയുള്ളൂ. എഴുത്തക്കഥ അവൻ വിശ്വസിച്ചു, അന്ന സയ്യിദൻ ജാഅക, സയ്യിദ് നിന്റെ അടുക്കൽ വന്നു, ദൂന അംറിൻ അംറിനെ കൂടാതെ. അങ്ങനത്തവനോട് എന്ത് പറയും, അമ്രാണ് വന്നത്, സയ്യിദ് വന്നിട്ടില്ല, സയ്യിദ് വന്നിട്ടില്ല എന്നാദ്യം പറയും, എങ്കിലും അമ്രു വന്നു. അപ്പൊ സയ്യിദ് വന്നു എന്ന് മനസ്സിലാക്കിയവനോട് സയ്യിദ് വന്നിട്ടില്ല നഫി ചെയ്യാണ്. പിന്നെ സുബൂത്താക്കി അമ്രു വന്നു. അപ്പൊ അമ്രു വന്നിട്ടില്ല, സയ്യിദാണ് വന്നത് എന്നവനോട് സയ്യിദ് വന്നിട്ടില്ല, അമ്രാണ് വന്നത്. ഇപ്പൊ ഈ പറഞ്ഞത് ഇന്നമായുക്കാലു ലിമൻ എഴുത്തക്കഥ, വിശ്വസിച്ച ഒരുത്തിനോട് മാത്രമേ പറയപ്പെടുകയുള്ളൂ. എന്താ അവന് വിശ്വസിച്ചത്,
അന്ന സൈദൻ ജാഅക ദൂന അംറിൻ, സൈദാൻ നിന്റെ അടുക്കൽ വന്നത് അമ്രിനെ കൂടാതെ, അതായത് കസ്ർ കൽബിന് മാത്രമേ പറയുകയുള്ളൂ. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? രണ്ടാളും വന്നു എന്ന് വിശ്വസിച്ചവനോടും പറയൂല, രണ്ടാളും വന്നിട്ടില്ല എന്ന് വിശ്വസിച്ചവനോടും പറയൂല എന്നായി. ലാലിമൻ ഒരാളോടല്ല, അങ്ങനെയാണല്ലോ. കസ്ർ കൽബിന് മാത്രമേ വരികയുള്ളൂ. അപ്പൊ കസ്ർ ഇഫ്രാദിന് വരൂല. കസ്ർ ഇഫ്രാദ് രണ്ട് നിലക്ക് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ രണ്ട് നില. രണ്ടാളും വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ഇനമുണ്ട്, രണ്ടാളും വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഭാഗവുമുണ്ട്. ഈ രണ്ട് സ്ഥലത്തും ലാക്കിൻ കൊണ്ട് അത്വ ചെയ്ത് പറയുകയില്ല. ലാലിമൻ ഒരാളോടല്ല, എഴുത്തക്കഥ അവൻ വിശ്വസിച്ചു, അന്നഹുമാ ജാആക അവർ രണ്ടാളും നിന്റെ അടുക്കൽ വന്നു, ജമീഅൻ രണ്ടാളും തന്നെ. അങ്ങനെ വിശ്വസിച്ചവനോട് ലാക്കിൻ എന്നതിനെ ഉപയോഗിക്കുകയില്ല. അപ്പൊ ലാ പോലെയല്ല എന്നർത്ഥം. ലാ കസ്ർ കൽബിനും വരും, കസ്ർ ഇഫ്രാദിനും വരും. ലാക്കിൻ കസ്ർ കൽബിന് മാത്രമേ വരികയുള്ളൂ, കസ്ർ ഇഫ്രാദിന് വരൂല എന്നാണ് ഷാരിഹ് ഇവിടെ വ്യക്തമാക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, ശൈഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ ദലായിലുൽ ഇജാസിൽ ആത്തിഫത്തായ ലാ മുഅത്തദ് ബിഹിയായ കലാമിൽ കസ്ർ കൽബിന് മാത്രമേ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കസ്റിന്റെ വാബിൽ പറയാൻ പോകുന്നുണ്ട്. ഇവിടെ പറയുന്നത് ലാക്കിൻ കസ്ർ കൽബിന് മാത്രമേ വരികയുള്ളൂ, കസ്ർ ഇഫ്രാദിന് വരൂലാന്ന്. അപ്പൊ കസ്ർ കൽബിന് മാത്രം വരൂലൂ എന്ന് പറയുമ്പോൾ കസ്ർ ഇഫ്രാദിന് രണ്ട് നൗക്ക് കസ്ർ ഇഫ്രാദിലുണ്ട്. എന്താണ്? രണ്ടാളും വന്നു എന്ന് വിശ്വസിക്കുന്ന ചിലർ, രണ്ടാളും വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ചിലർ. ഈ രണ്ട് വിഭാഗക്കാരോടും എന്ത് പറയാൻ പറ്റൂല? മാജാഅനി സൈദുൻ ലാക്കിൻ അംറുൻ എന്ന് പറയൂല എന്നാണ് ഷാരിഹ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി പറയട്ടെ, ലാലിമൻ ഒരാളോടല്ല, എഴുത്തക്കഥ അവൻ വിശ്വസിച്ചു, അന്നഹുമാ ജാആക അവർ രണ്ടുപേരും നിന്റെ അടുക്കൽ വന്നു, ജമീഅൻ രണ്ടുപേരും തന്നെ. ഇനി അവിടെ എന്ത് കൂട്ടിക്കൊടുക്കണം? അതുകൂടെ ഷാരിഹ് പറഞ്ഞിട്ടില്ല. വലാലിമൻ എഴുത്തക്കഥ ഇന്തിഫാ അൽ മജീഇ അൻഹുമാ ജമീഅൻ രണ്ടാളും വന്നിട്ടില്ല എന്ന് വിശ്വസിച്ചവനോടും പറയൂല എന്ന് പറയേണ്ടിയിരുന്നു. അത് ഷാരിഹ് ഇവിടെ പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? നഹ്വിങ്ങളുടെ കലാമിൽ രണ്ടാളും വന്നിട്ടില്ല എന്ന് വിശ്വസിച്ചവനോട് മാത്രമേ ലാക്കിന്നെ പറയുള്ളൂ എന്ന് ശേഷം പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതിൽ തർക്കമില്ലാത്ത വിഷയമാണ്. ഏത്? രണ്ടാളും വന്നു എന്ന് വിശ്വസിച്ചവനോട് പറയൂല, അത് തർക്കല്ല. അത് നഹ്വിങ്ങളും ബയാനിക്കാരും തമ്മിൽ എന്തില്ല? തർക്കമില്ല. രണ്ടാളും. പക്ഷേ അതേ സമയത്ത് നഹ്വിങ്ങളുടെ അടുക്കൽ കസ്ർ ഇഫ്രാദിനെ ആര് വരുള്ളൂ? ലാക്കിൻ വരുള്ളൂ, കസ്ർ കൽബിനല്ല. ബയാനിക്കാരുടെ അടുക്കൽ കസ്ർ കൽബിനെ വരുള്ളൂ, കസ്ർ ഇഫ്രാദിന് വരൂല. നഹ്വിങ്ങളുടെ അടുക്കൽ കസ്ർ ഇഫ്രാദിനെ വരുള്ളൂ, കസ്ർ കൽബിന് വരൂല. അതേസമയം രണ്ടാളും വന്നു എന്ന് വിശ്വസിച്ചവനോട് പറയൂല എന്നതിൽ ഇത്തിഫാക്കാണ്. അപ്പോ ബയാനിക്കാരുടെ അടുക്കൽ കസ്ർ കൽബിന് മാത്രമേ വരുള്ളൂ എന്ന് പറയുമ്പോൾ കസ്ർ ഇഫ്രാദിന് വരൂല എന്നതിൽ രണ്ട് ശിക്കുണ്ട്. ഒന്ന്, രണ്ടാളും വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ശിക്ക്, രണ്ടാളും വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന മറ്റൊരു ശിക്ക്. രണ്ടിനും വരൂല എന്നാണ് ബയാനിക്കാരുടെ വാദം. ഒന്ന് മാത്രമേ ഇവിടെ ഷാരിഹ് അത്ഫ് ചെയ്തുകൊണ്ട് നഫി ചെയ്തിട്ടുള്ളൂ. ലാലിമൻ, ഇവിടെ ലാ കൊണ്ട് അത്ഫാണ്. ലാലിമൻ ഒരാളോട് പറയുകയില്ല. എഴുത്തക്കഥ അവൻ വിശ്വസിച്ചു, അന്നഹുമാ ജാആക അവർ രണ്ടാളും നിന്റെ അടുക്കൽ വന്നു, ജമീഅൻ രണ്ടാളും തന്നെ. ഇനി അവിടെ എന്നും കൂട്ടിക്കൊടുക്കണം. വലാലിമൻ എഴുത്തക്കഥ ഇന്തിഫാ അൽ മജീഇ അൻഹുമാ ജമീഅൻ രണ്ടാളെ തൊട്ടും വരവ് ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിച്ചവനോടും പറയൂല എന്നവിടെ കൂട്ടിക്കൊടുക്കണം. അത് ഷാരിഹ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഒഫീ കലാമിൻ നുഹാത്തി നഹ്വിങ്ങളുടെ കലാമിലുണ്ട് മാ ഒന്നുണ്ട് യുഷ്ഇറു ആവുന്നറിയിക്കും ബി അന്നഹു ഈ ലാക്കിൻ ഇന്നമായുക്കാലു അതിനപ്പറയപ്പെടും ലിമൻ ഒരാളോട് മാത്രം. എഴുത്തക്കഥ അവൻ വിശ്വസിച്ചു, ഇന്തിഫാ അൽ മജീഇ അൻഹുമാ സയ്യിദിനെ തൊട്ടും അമ്രനെ തൊട്ടും വരവ് ഇല്ല എന്ന് വിശ്വസിച്ചു, ജമീഅൻ രണ്ടാളെ തൊട്ടും.
അവർ രണ്ടാളും വന്നിട്ടില്ല എന്ന് വിശ്വസിച്ചു. അങ്ങനത്തവനോട് എന്ത് പറയാം? മാജാഅനി സൈദുൻ ലാകിൻ അംറുൻ. അവിടെ കസ്ർ ഇഫ്രാദിനായി. ഇത് ബയാനിക്കാര് ഇത് സമ്മതിക്കുന്നില്ല. ബയാനിക്കാരുടെ അടുക്കൽ കസ്ർ കൽബിന് മാത്രമാണ്, നഹ്വിങ്ങളുടെ അടുക്കൽ കസ്ർ ഇഫ്രാദിനുമാണ്. അതേ സമയത്തിൽ ഇത്തിഫാക്കുള്ള വിഷയമെന്താണ്? രണ്ടാളും വന്നു എന്ന് വിശ്വസിച്ചവരോട് പറയൂല. അത് നഹ്വികളും പറയൂല, ബയാനിക്കാരും പറയൂല. അവിടെ കസ്ർ ഇഫ്രാദാണെങ്കിലും നഹ്വികളും അത് സമ്മതിക്കുന്നുണ്ട്. അത് നഹ്വികളും ബയാനിക്കാരും അതിൽ ഇത്തിഫാക്കാണ്, അങ്ങനത്തവനോട് പറയൂല. അതേസമയത്ത് രണ്ടാളും വന്നിട്ടില്ല എന്ന് വിശ്വസിച്ചവനോട് പറയാം എന്ന് നഹ്വിങ്ങൾ പറയുന്നു. അവരോട് മാത്രമേ ലാക്കിൻ കൊണ്ട് അത്ഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നഹ്വിങ്ങൾ പറയുമ്പോൾ ബയാനിക്കാർ പറയുന്നത് അങ്ങനെയല്ല, കസ്ർ കൽബിന് മാത്രമേ വരികയുള്ളൂ. ഇവർ പറയുന്നത് കസ്ർ ഇഫ്രാദിന് മാത്രമേ വരുള്ളൂ എന്നാണ്. കാരണം ഇവിടെ ഇന്നമ കൊണ്ടാണ് രണ്ടു കൂട്ടരും പറഞ്ഞത് അല്ലേ? ഹത്താ ഇന്ന നഹ്വ മാ ജാഅനി സൈദുൻ ലാകിൻ അംറുൻ ഇന്നമാ യുഖാലൂന വഫീ കലാമിൻ നുഹാതി മാ യുശിറു ബിഅന്നഹു ഇന്നമാ യുഖാലു ലിമൻ. ആ ലാകിന്നെ പറയപ്പെടുലിമൻ ഒരാളോട് മാത്രം. ഈത്തക്കഥ ഇന്ദിഫാ അൽ മജീഇ അൻഹുമാന. പിന്നെ ഔ സർഫിൽ ഹുക്മി അനിൽ മഹ്കൂമിൻ അലൈഹി. അലി മഹ്കൂം അലൈഹിൽ നിന്ന് ഹുക്മിനെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല മഹ്കൂമിൻ അലൈഹി ആഖറ, മറ്റൊരു മഹ്കൂം അലൈഹിലേക്ക്. അതും എന്താണ്? ആദ്യം ഒരു മഹ്കൂം അലൈഹിൽ പറഞ്ഞ് പിഴവ് സംഭവിച്ചു, എന്നിട്ട് അതിനെ റദ്ദ് ചെയ്യാണ്. നഹു ജാഅനി സയ്യിദുൻ, സയ്യിദ് വന്നു, ബൽ അംറുൻ എങ്കിലും അംറ് വന്നു. അല്ലേ? അപ്പൊ ജാഅനി സയ്യിദുൻ എന്ന് പറഞ്ഞത് അത് ആദ്യം അങ്ങനെ പറഞ്ഞു പോയി, പിന്നത് ബൽ അംറുൻ അതിൽ നിന്ന് പിന്മാറി അംറ് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ സെയ്ദ് വന്നു എന്നുള്ളതിനെപ്പറ്റി അവിടെ പരാമർശമില്ല, വന്നെന്നും വന്നിട്ടില്ല എന്നും അർത്ഥമില്ല. അപ്പൊ സെയ്ദ് എന്ന മഹ്കൂം അലിയിൽ നിന്ന് ഹുക്കുമിനെ അംറ് എന്ന മഹ്കൂം അലിയിലേക്ക് തിരിച്ചുവിട്ടു. വരവ് സെയ്ദിൽ നിന്ന് പിൻവലിച്ചിട്ട് അംറിലേക്കാക്കി. അത് ഇസ്ബാത്തിന്റെ ഉദാഹരണം. ഔ മാ ജാഅനി സയ്യിദുൻ, സയ്യിദ് വന്നിട്ടില്ല, ബൽ അംറുൻ അംറ് വന്നു. ഇവിടെ ഇനി വിശദീകരണം പറയുന്നുണ്ട്. അവിടെ സയ്യിദ് വന്നിട്ടില്ല എന്നുള്ളത് വന്നിട്ടില്ല എന്ന് തന്നെ, ബൽ അംറുൻ അംറ് വന്നു, അല്ലെങ്കിൽ അംറ് വന്നിട്ടില്ല, രണ്ടർത്ഥം അവിടെ കൊടുക്കാം. പക്ഷെ പറയുന്നുണ്ട് ഏതാണ് കൊടുക്കേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഫ ഇന്ന ബല്ലിലിൽ ഇൽറാബി അനിൽ മത്ബൂഇ, മത്ബൂഇൽ നിന്ന് പിന്തിരിയലിനുള്ളതാണ്. അതായത് സയ്യിദിൽ നിന്നാണ് പിന്തിരിഞ്ഞു, എന്നിട്ട് സർഫിൽ ഹുക്മി, ഹുക്കുമിനെ തിരിക്കാനാണ് ഇല താബിയിലേക്ക്. അതെ. വ മഅനൽ ഇൽറാബി അനിൽ മത്ബൂഇ, മത്ബൂഇൽ നിന്ന് മത്ബൂഇനെ തൊട്ട് ഇൽറാബ് ചെയ്യുന്നതിന്റെ മഅന, പിന്തിരിയലിന്റെ മഅന അൻ യുജ്അല ഫി ഹുക്മിൽ മസ്കൂത്തി അൻഹു. ആ മത്ബൂഇനെ മസ്കൂത്ത് അൻഹുവിന്റെ ഹുക്മിലാക്കുക. ജാഅനി സയ്യിദുൻ, സയ്യിദ് വന്നു എന്നിവിടെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ സയ്യിദ് വന്നിട്ടില്ല. വന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് പിന്മാറുമ്പോൾ വന്നിട്ടില്ല എന്നർത്ഥമല്ല, വന്നു എന്നും വന്നിട്ടില്ല എന്നും അർത്ഥമില്ല. അല്ലെ മാ ജാഅനി സയ്യിദുൻ, സയ്യിദ് വന്നിട്ടില്ല, എന്നിട്ട് അതിന് പിന്മാറി എന്ന് പറഞ്ഞാൽ അർത്ഥം വന്നു എന്ന് സ്ഥാപിത്താക്കുകയല്ല, അവിടെ വന്നു എന്നും വന്നിട്ടില്ല എന്നും അർത്ഥമില്ല എന്നർത്ഥം. മത്ബൂഇൽ നിന്ന് പിന്തിരിയുക എന്നതിന്റെ മഅനയാണ് അൻ യുജ്അല ഫീ ഹുക്മിൽ മസ്കൂത്തി അൻഹു. ആ മത്ബൂഇനെ മസ്കൂത്ത് അൻഹുവിന്റെ ഹുക്മിൽ ആക്കുക എന്നല്ലാതെ ലാ അൻ യുൻഫ അൻഹുൽ ഹുക്മു, ആ മത്ബൂഇനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലല്ല, ഖത്അൻ തീർച്ചയായും. ഖിലാഫൻ ലിബാലിൻ, ചില ആൾക്കാർക്കെതിരെ.
വമഅന സർഫിൽ ഹുക്മി ഹുക്മിനെ സർഫ് തിരിക്കുന്നതിന്റെ മഅന ഫിൽ മുസ്ബത്തി ലാഹിറുൻ മുസ്ബത്തായ ഉദാഹരണത്തിൽ അത് ലാഹിറാണ്. കാരണം ജാഅനി സയ്യിദുൻ സയ്യിദ് വന്നു, വൽ അംറു എങ്കിൽ അംറ് വന്നു. വരവ് സയ്യിദിൽ നിന്ന് മാറ്റി അംറിലേക്കാക്കി. അത് എല്ലാവർക്കും വേണ്ടിരിയും. വഖദാ ഫിൽ മൻഫി മൻഫിയിലും ലാഹിറാണ്. എപ്പോ ഇൻ ജഅൽനാഹു ആ ഹുക്മിനെ നമ്മൾ ആക്കിയാൽ ബിമഅന നഫിയിൽ ഹുക്മി അനി താബിഇ താബീനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യുന്ന മഅനാക്കാക്കുക. കാരണം വന്നിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ എങ്ങനാവും? മാ ജാഅനി സയ്യിദുൻ സയ്യിദ് വന്നിട്ടില്ല. ആ വന്നിട്ടില്ല എന്ന അദമുൽ മജീഇനെ സയ്യിദിൽ നിന്ന് മാറ്റി അംറിലേക്കാക്കി. ബൽ അംറുൻ അംറ് വന്നിട്ടില്ല, അവിടെയും ലാഹിറ. വൽ മത്ബൂഉ ഫി ഹുക്മിൽ മസ്കൂത്തി അന്നു മത്ബൂഇനെ മസ്കൂത്ത് അന്നുവിന്റെ ഹുക്മിലാക്കുക. അപ്പോ മാ ജാഅനി സയ്യിദുൻ സയ്യിദ് വന്നിട്ടില്ല, ബൽ അംറുൻ എങ്കിലും അംറ് വന്നിട്ടില്ല എന്നാക്കാം. അപ്പൊ മാ സയ്യിദിനെ പറ്റി വന്നോന്നും വന്നിട്ടില്ല എന്നും അർത്ഥമില്ല. അതെന്താണ്? ഔ മുത്തഹഖ് ഫി ഹുക്മിൽ മസ്കൂത്തി അന്നു ഔ മുത്തഹഖ്ഖിൽ ഹുക്മി ലഹു അല്ലെങ്കിൽ ഹുക്മ് മത്ബൂഇനക്ക് ഉണ്ട് എന്നാക്കുക. വൽ മത്ബൂഉ മത്ബൂഉ ഫി ഹുക്മിൽ മസ്കൂത്തി അന്നു മസ്കൂത്ത് അന്നുവിന്റെ ഹുക്മിലാണ്. അല്ലെങ്കിൽ ഹുക്മ് വൽ മത്ബൂഉ ഫി വൽ മത്ബൂഉ മത്ബൂഅ ആകുന്നത് ഫി ഹുക്മിൽ മസ്കൂത്തി അന്നു മസ്കൂത്ത് അന്നുവിന്റെ ഹുക്മിലാണ്. ഔ മുത്തഹഖ്ഖുൽ ഹുക്മി ലഹു അല്ലെങ്കിൽ മത്ബൂഇനക്ക് ഹുക്മ് മുത്തഹഖ്ഖാണ്. ഔ മുത്തഹഖ്ഖുൽ ഹുക്മി ലഹു രണ്ടാലൊന്നാക്കണം. അപ്പോൾ വന്നിട്ടില്ല എന്ന ഹുക്മിനെ ആ നഫീൽ ഹുക്മ് അത് താബീനാക്കിയിട്ട്, അതായത് മാജാഅനി സയ്യിദുൻ സയ്യിദ് വന്നിട്ടില്ല, ബല്ലംറുൻ എങ്കിലും അംറ് വന്നിട്ടില്ല. അപ്പൊ മാജാഅനി സയ്യിദുൻ എന്നുള്ളോടത്ത് എന്താക്കുക? മസ്കൂത്ത് അന്നുവിന്റെ ഹുക്മിലാക്കുക. സയ്യിദ് വന്നോന്നും വന്നിട്ടില്ല എന്ന അർത്ഥമില്ല. ഔ മുത്തഹഖ്ഖുൽ ഹുക്മി ലഹു അല്ലെങ്കിൽ മത്ബൂഇനക്ക് ഹുക്മ് മുത്തഹഖ്ഖാണ് എന്നാക്കുക. അപ്പൊ എന്തായി? സയ്യിദ് വന്നിട്ടില്ല എന്നുള്ളത് വന്നു എന്നായി. മാജാഅനി സയ്യിദുൻ സയ്യിദ് വന്നിട്ടില്ല എന്നുള്ളത് വന്നു എന്നാക്കുക. ബൽ അംറു അംറ് വന്നിട്ടില്ല. അപ്പൊ സയ്യിദ് വന്നു, അംറ് വന്നിട്ടില്ല. മാജാഅനി സയ്യിദുൻ സയ്യിദ് വന്നിട്ടില്ല, ബൽ അംറു എങ്കിലും അംറ് വന്നു. അംറ് വന്നു അല്ല, ബൽ അംറു എങ്കിലും അംറ് വന്നിട്ടില്ല. അപ്പൊ അംറ് വന്നിട്ടില്ല എന്ന് വെക്കുമ്പോൾ മാജാഅനി സയ്യിദുനിലോട്ട് രണ്ട് നിലപാടാണുള്ളത്. ഒന്നെന്താണ്? അത് മുബജ്ജിദ് ഇമാമിന്റെ അടുക്കൽ മസ്കൂത്ത് അന്നുവിന്റെ ഹുക്മിലും ഇബ്നു ഹാജിബ് തങ്ങളുടെ അടുക്കൽ മുത്തഹഖ്ഖുൽ ഹുക്മിന്റെ മുത്തഹഖ്ഖുൽ ഹുക്മുമാണ്. അപ്പൊ മാജാഅനി സയ്യിദുൻ സയ്യിദ് വന്നിട്ടില്ല, ബൽ അംറുൻ അംറ് വന്നിട്ടില്ല. മുബജ്ജിദ് ഇമാമിന്റെ അടുക്കൽ സയ്യിദ് വന്നു എന്നും വന്നിട്ടില്ല എന്നും അർത്ഥമില്ല. ഇബ്നു ഹാജിബിന്റെ തങ്ങളുടെ അടുക്കലോ സയ്യിദ് വന്നു എന്നാക്കണം. ഹുക്മ് മുത്തഹഖ്ഖ് സയ്യിദിനക്ക് ഉറപ്പാക്കുക, ഹുക്മിനെ സയ്യിദിനക്ക് ഉറപ്പിക്കുക എന്നർത്ഥം. സയ്യിദ് വന്നു എന്നാണ് അവിടുത്തെ അർത്ഥം. അപ്പൊ മാജാഅനി സയ്യിദ് എന്ന് പറഞ്ഞാൽ സയ്യിദ് വന്നു, ബൽ അംറുൻ അംറ് വന്നിട്ടില്ല എന്നായി. ഇങ്ങനെയാണ് നിയമം. ഹത്താ യകൂന മഅന മാജാഅനി സയ്യിദും ബൽ അംറുൻ മാജാഅനി സയ്യിദും ബൽ അംറുൻ എന്നതിന്റെ മഅന ആവാൻ വേണ്ടി എന്ത്? അന്ന അംറൻ ലം യജി അംറ് വന്നിട്ടില്ല. വ അദമു മജീഇ സയ്യിദിൻ സയ്യിദിന്റെ വരവില്ലായ്മയും വ മജീഉഹു അവന്റെ വരവും അലൽ ഇഹ്തിമാലി ഇഹ്തിമാലിന്റെ മേലിലാണ്. അതാണ് മുബജ്ജിദ് ഇമാമിന്റെ അടുക്കലുടെ അഭിപ്രായം. ഔ മജീഉഹു മുഹഖ്ഖഖുൻ അല്ലെങ്കിൽ അവന്റെ വരവ് എന്താണ്? മുഹഖ്ഖഖാണ്, സയ്യിദ് വന്നിട്ടുണ്ട് എന്നാണ്. അത് ഇബ്നു ഹാജിബ് തങ്ങളുടെ അടുക്കൽ. കമാ ഹുവ മദ്ഹബുൽ മുബജ്ജിദി അതാണ് മുബജ്ജിദ് ഇമാമിന്റെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ അത് അലൽ ഇഹ്തിമാലി അങ്ങോട്ട് വെച്ചു കൊടുക്കണം. മറ്റത് ഇബ്നു ഹാജിബ് തങ്ങളുടെ മദ്ഹബാണ്. അതിവിടെ ദസൂഖിയിൽ പറഞ്ഞിട്ടുണ്ട്. ഖൗലുഹു വ മജീഉഹു അലൽ ഇഹ്തിമാലി
ഐ അലാ മദ്ഹബിൽ മുബർരിദീൻ വഖൗലുഹു ഔ മജീഉഹു മുഹഖഖുൻ കമാ ഹുവ മദ്ഹബു ഇബ്നുൽ ഹാജിബി ഫഖൗലു ശാരിഹി കമാ ഹുവ മദ്ഹബുൽ മുബർരിദി അൽഔല അൻ യുഖദ്ദിമുഹു അലാ ഖൗലിഹി ഔ മജീഉഹു മുഹഖഖുൻ. ഈ കമാ ഹുവ മദ്ഹബുൽ മുബർരിദി എന്നുള്ളത് അലൽ ഇഹ്തിമാലി കഴിഞ്ഞിട്ട് കൊടുക്കണം. അലൽ ഇഹ്തിമാലി സയ്യിദിന്റെ വരവും അദമുൽ മജിയും ഇഹ്തിമാലിലാണ്, രണ്ടും ആവാം എന്നത് മുബർരിദ് ഇമാമിന്റെ മദ്ഹബാണ്. മുബർറദ് അല്ല മുബർരിദ്. മജീഉഹു മുഹഖഖുൻ മാജാനി സയ്യിദുൻ സയ്യിദ് വന്നിട്ടില്ല, ബല്ലംറുൻ അംറു വന്നിട്ടില്ല, അപ്പൊ സയ്യിദ് വന്നു എന്നാണ് അവിടെ അർത്ഥം. അത് ഇബ്നു ഹാജിബ് തങ്ങളുടെ മദ്ഹബാണ്. ഇവിടെ കിതാബിൽ കമാ ഹുവ മദ്ഹബുൽ മുബർരിദ് ഇത് പിന്നിലാണ് എഴുതിപ്പോയത്. പിന്നെ അപ്പോൾ നഫിയുൽ ഹുക്മിന്റെ മാനാക്കാണ് വെക്കുന്നതെങ്കിൽ അതും ലാഹിറാണ്. ഇനി മാജാഅനി സയ്യിദുൻ സയ്യിദ് വന്നിട്ടില്ല, ബൽ അംറുവെങ്കിൽ അംറു വന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഹുക്മിനെ തിരിക്കലുണ്ടായിട്ടില്ലല്ലോ എന്നാണ് ഇഷ്കാല്. വഇൻ ജഅൽനാഹു ഹുക്മിനെ നമ്മൾ ആക്കുകയാണെങ്കിൽ ബിമാന സുബൂത്തുൽ ഹുക്മി ലിത്താബിഇ ഹുക്മിനെ താബീനിക്ക് സാബിത്ത്, ഹുക്മ് താബീനിക്ക് സാബിത്താണ്. ഹത്താ യകൂന മഅന മാജാഅനി സയ്യിദുൻ ബൽ അംറുൻ മാജാഅനി സയ്യിദുൻ ബൽ അംറു എന്നതിന്റെ മഅന ആവാൻ വേണ്ടി എന്താണ് അന്ന അംറൻ ജാഅ അംറു വന്നു, അപ്പോൾ സയ്യിദ് വന്നിട്ടില്ല തന്നെ, ബൽ അംറുൻ അംറു വന്നു. അപ്പൊ ഇവിടെ ഹുക്മിന് തിരിക്കലുണ്ടായിട്ടില്ലല്ലോ. മത്ബൂവിനുള്ള ഹുക്മ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. താബീന്റെ ഹുക്മ് മറ്റൊന്നാണല്ലോ, വന്നു എന്നാണ്. കമാ ഹുവ മദ്ഹബുൽ ജംഹൂർ, അതാണ് ജംഹൂറിന്റെ മദ്ഹബ്. ഫഫീഹി ഇഷ്കാലുൻ, അവിടെ ഇഷ്കാലുണ്ട്. ഏത് ഈ ഇൽറാബിന്റെ മഅനയിൽ ഇഷ്കാലുണ്ട്. അതിന് മറുപടി ദസൂഖിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ويمكن أن يجاب عن هذا الإشكال بأن يقال المراد من صرف الحكم تغيير المحكوم به من حيث نسبته. മഹ്കൂം ബിഹിനെ തഗ്യീറാക്കുക, ഇല്ല എന്നത് ഉണ്ട് എന്നാക്കുക. അപ്പോൾ ഹുക്മിന്റെ തിരിക്കൽ അവിടെയും സംഭവിച്ചു. അതാണ് ഇഷ്കാലിന്റെ മറുപടി. പിന്നെ അവിശക്കി അല്ലെങ്കിൽ സംശയം ഉണ്ടായതിന് വേണ്ടിയിട്ടാണ് മിനൽ മുത്തക്കല്ലിമിൽ നിന്നുള്ള സംശയം ഉണ്ടായതിനു വേണ്ടി അത്ഫ് ചെയ്ത് കൊണ്ടുപോകും മേൽ അത്ഫ് ചെയ്യും. അവിത്തഷ്കീഖിലി സാമിഇ അല്ലെങ്കിൽ സാമിഇനെ സംശയിപ്പിക്കാൻ വേണ്ടി, ഐ ഈഖാഇഹി ഫി ശക്കി അവനെ സംശയത്തിൽ അവനെ ഉൾപ്പെടുത്താൻ വേണ്ടി. നെഹ്വു ജാഅനി സയ്യിദുൻ ഔ അംറുൻ എന്റെ അടുക്കൽ സയ്യിദോ അംറോ വന്നു. അത് ശക്റും തഷ്കീഖിനും ഉദാഹരണമാക്കാം. ഔലിൽ ഇബ്ഹാമി അല്ലെങ്കിൽ മുബ്ഹമാക്കി പറയാൻ വേണ്ടിയിട്ടാണ് സാമീനക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുക്കാതിരിക്കുക. നെഹ്വു ഇന്ന ഔ ഇയ്യാക്കും ലഅലാ ഹുദൻ ഔ ഫീ ദലാലിൻ മുബീൻ, ഞങ്ങളോ നിങ്ങളോ സന്മാർഗത്തിലോ പിഴവിലോ ആണ്. ഇവിടെ മുത്തക്കല്ലിമിനറിയാം, പക്ഷെ അവരെ മുബ്ഹമാക്ക്, അത് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ മുബ്ഹമാക്കേണ്ടി വരും. അത് തോറ്റുകൊടുക്കലല്ല, ചില പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി അങ്ങനെ ഇബ്ഹാം ചെയ്യേണ്ടി വരും. അത് നമുക്കും ചെയ്യേണ്ടി വരും. ഔലി തഖ്യീരി അല്ലെങ്കിൽ തഖ്യീറിനിക്കാണ്. ഔലിൽ ഇബാഹത്തി അല്ലെങ്കിൽ ഇബാഹത്തിനാണ് അത്ഫ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലോ അത്ഫാണത്. ഖയ്യിർ അബിഹി കസിംബി ഔ അബിഹിമി വഷ്കുക് വ ഇദ്റാബും ബിഹാ ഐലന്നുമീ. പിന്നെ നെഹ്വു ലിയദ്ഖുലദ്ദാറ വീട്ടിൽ കടക്കട്ടെ, സയ്യിദുൻ സയ്യിദ് കടക്കട്ടെ, ഔ അംറുൻ അലി അംറ് കടക്കട്ടെ. അപ്പൊ തഖ്യീറിന് ഇബാഹത്തിനും അത് ഉദാഹരണമാക്കാം. പക്ഷേ വൽ ഫർഖു ബൈനഹുമാ, തഖ്യീർ ഇബാഹത്തിന്റെ ഇടയിലുള്ള ഫർഖ് അന്ന ഫിൽ ഇബാഹത്തിൽ
യജൂസുൽ ജമ്മു ബൈനഹുമാ, രണ്ടാളും ഒരുമിച്ചുകൂടൽ ജായിസാവും. തഅല്ലം ഫിഖ്ഹൻ ഔ നഹ്വൻ, നീ ഫിഖ്ഹോ നഹ്വോ രണ്ടാളൊന്ന് പഠിച്ചോ, രണ്ടും പഠിക്കാം. ബിഖിലാഫി തഖ്യീരി, തഖ്യീറിനെതിര്, തഖ്യീറില് രണ്ടും ഒരുമിച്ചുവിടാൻ പറ്റൂല. തസവ്വജി ഹിന്ദൻ ഔ ഉഖ്തഹ എന്ന് പറയും പോലെയാണ്. വഅമ്മാ ഫസ്ലുഹു ഐ തഇക്, മുസ്നദ് ഇലൈഹിയെ ഫസ്ല് ചെയ്യൽ. അതെന്തിനാണ്? ഐ തഅക്കീബുൽ മുസ്നദ് ഇലൈഹി, മുസ്നദ് ഇലൈഹിക്ക് ഉടനെ കൊണ്ടുവരല്. ബി ദമീരിൽ ഫസ്ലി, ഫസ്ലിന്റെ ദമീറിനെ ഉടനെ കൊണ്ടുവരല് ആകുന്നത്. വ ഇന്നമാ ജഅലഹു, മുസന്നിഫ് ഈ ഫസ്ലിനെ ആക്കി മിൻ അഹ്വാലിൽ മുസ്നദ് ഇലൈഹി, മുസ്നദ് ഇലൈഹിന്റെ അഹ്വാലിൽ പെട്ടതാക്കി. അമ്മാ ഫസ്ലുഹു, മുസ്നദ് ഇലൈഹിയെ ഫസ്ല് ചെയ്യലുന്ന. അതെന്താ? കാരണം രണ്ടിന്റെ ഇടയിലല്ലോ, രണ്ടിനോടും ബന്ധിച്ചതാണല്ലോ അത്, അതുകൊണ്ടാണ് അത് പറയാൻ കാരണം. ലി അന്നഹു, ഈ ഫസ്ലിന്റെ ദമീർ യക്തരിനു ബിഹി അവ്വലൻ, മുസ്നദ് ഇലൈഹിനോടാണ് ആദ്യമായി അന്വയിക്കുന്നത്. അതിനോട് ആദ്യം മുസ്നദ് ഇലൈഹി പറഞ്ഞിട്ട് ഉടനെ പറയുന്നത് ഫസ്ലിന്റെ ദമീറ. അപ്പൊ ആദ്യമായി കൂടെ വരുന്നത്, മുസ്നദ് ഇലൈഹിന്റെ കൂടെ വരുന്നത് ആരാണ്? ഫസ്ലിന്റെ ദമീറിന്റെ കൂടെ ഉള്ളത്, ആദ്യം ഉള്ളത് മുസ്നദ് ഇലൈഹിയാണ്. മാത്രമല്ല വലി അന്നഹു, ഫസ്ലിന്റെ ദമീർ ഫിൽ മഅന, മഅനയില് ഇബാറത്തുൻ അന്നു, മുസ്നദ് ഇലൈഹിനെ തൊട്ട് പറയപ്പെടുന്നതാണ്. വഫിൽ ലഫ്ളി, ലഫ്ളിലോ മുതാബിഖുല്ലഹു, ആ മുസ്നദ് ഇലൈഹിനോട് യോജിച്ചതുമാണ്. കാരണം മുസ്നദ് ഇലൈഹി മുഫ്രദാണെങ്കിൽ ഫസ്ലിന്റെ ദമീർ മുഫ്രദ്, മുസ്നദ് ഇലൈഹി തസ്നിയ മുദക്കറാണെങ്കിൽ ഫസ്ലിന്റെ ദമീറും തസ്നിയാന്റെ ദമീർ, മുദക്കറും മുഅന്നസും തസ്നിയയിലെ സമമാണ്. ജമ്മു മുദക്കറാണെങ്കിൽ ജമ്മു മുദക്കറിന്റെ ദമീർ. അപ്പൊ ലഫ്ളുൽ മുതാബിഖും അത് മുസ്നദ് ഇലൈഹിനോടായിരിക്കും. അതുപോലെ തന്നെ മഅനയിൽ ഫസ്ലിന്റെ ദമീർ മുസ്നദ് ഇലൈഹി തന്നെയാണ്. അതെന്തിനാണ്? ഫലി തഖ്സീസിഹി അയ്യൽ മുസ്നദ് ഇലൈഹി, മുസ്നദ് ഇലൈഹിയെ ഖാസാക്കാൻ വേണ്ടിയിട്ടാണ് ബിൽ മുസ്നദി, മുസ്നദ് കൊണ്ട്. അതായത് അതാ പറയുന്നത് യഅനി ലി ഖസ്രിൽ മുസ്നദി അലൽ മുസ്നദി ഇലൈഹിന, മുസ്നദിനെ മുസ്നദ് ഇലൈഹിന്റെ മേൽ ചുരുക്കാൻ വേണ്ടി. ഈ മുസ്നദ് മുസ്നദ് ഇലൈഹിക്ക് മാത്രം. അപ്പൊ മുസ്നദ് ഇലൈഹി മഖ്സൂർ അലൈഹിയും പിന്നെ മുസ്നദ് മഖ്സൂറുമാകും. ബിൽ മുസ്നദി, മുസ്നദ് മഖ്സൂറാണ്. ലി അന്ന മാന ഖൗലിന, നമ്മുടെ ഖൗലിന്റെ മാന സയ്യിദുൻ ഹുവൽ ഖായിമു, സയ്യിദ് മാത്രമാണ് നിൽക്കുന്നവൻ എന്ന ഈ ഖൗലിന്റെ സയ്യിദുൻ ഹുവൽ ഖായിമു എന്നതിന്റെ മാന എന്താണ്? അന്നൽ ഖിയാമ, ഖിയാമു മഖ്സൂറുൻ അലാ സയ്യിദിൻ, സയ്യിദിന്റെ മേൽ ചുരുക്കപ്പെട്ടതാണ്. അപ്പൊ സയ്യിദുൻ എന്ന മുസ്നദ് ഇലൈഹിന്റെ ഉടനെ ഹുവ എന്ന ഫസ്ലിന്റെ ദമീറിനെ കൊണ്ടുവന്നു. എന്നിട്ട് അൽ ഖായിമു എന്ന മുസ്നദിനെ പറയുമ്പോൾ ഖിയാമിനെ ആരുടെ മേൽ ചുരുക്കാനാണ്? സയ്യിദിന്റെ മേൽ ചുരുക്കാനാണ്. അപ്പൊ സയ്യിദ് മാത്രമാണ് ഖായിമ്. അതാണ് പറഞ്ഞത്. ഈ അന്നമാന ഖൗലിന, നമ്മുടെ ഖൗലിന്റെ മാന സയ്യിദുൻ ഹുവൽ ഖായിമു അല്ലെങ്കിൽ സയ്യിദുൻ ഹുവൽ മുന്തലിക്കു. അതെന്താ അർത്ഥം? സയ്യിദ് മാത്രമാണ് പോകുന്നവൻ. അന്നൽ ഖിയാമ മഖ്സൂറുൻ അലാ സയ്യിദിൻ. അപ്പൊ എന്ത് പറയുമ്പോൾ എന്തായി? അദ്ദുആഹു വൽ ഇബാദത്തു ന്റെ മാന എന്തായി? ഇപ്പോൾ അദ്ദുആഹു വൽ ഇബാദത്തു എന്നതിന്റെ അർത്ഥം ദുആ മാത്രമാണ് ഇബാദത്ത് എന്നായി. ദുആ മാത്രമാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഏതൊരു ഇബാദത്തും ദുആയാണ്. മുജാഹിദ് പറയുന്ന അർത്ഥമല്ല. മുജാഹിദ് ഇവിടെ ഈ ഫസ്ലും കസറും ഹസുറൊന്നും വഹാബികൾക്കറിയില്ല. എന്നിട്ട് അവൻ എന്ത് വെക്കും? അദ്ദുആഉ വൽ ഇബാദത്തു, ദുആ ഇബാദത്ത് മാത്രമാണെന്ന് മറച്ചു വെക്കും. കസർ തിരിച്ച് അക്സാക്കി വെക്കും. എന്നിട്ട് വൽ ഇബാദത്തുൽ ഓയ്, അത് അദ്ദുആഉ പ്രാർത്ഥന, അത് ഇബാദത്ത് മാത്രമാണ്. അപ്പൊ ഏത് പ്രാർത്ഥനയും ഇബാദത്താണെന്നാണ് ഈ വഹാബി കളവ് പറയുന്നത്. ഇബാദത്ത് മാത്രമാണ്. എന്നിട്ട് ഇബാദത്ത് വൽ ഇബാദത്തു ലി ഗൈരില്ലാഹി ശിർക്കുൻ ഫദ്ദുആഉ ലി ഗൈരില്ലാഹി ശിർക്കുൻ. അപ്പൊ മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കൽ ശിർക്കാണ്. ഇങ്ങനെ സുഹറ തന്നെ കളവാണ് അവൻ പറയുന്നത്. ഇവിടുത്തെ അർത്ഥം എന്താണ്? വഅമ്മാ ഫസ്ലുഹു,
മുസ്നദ് ഇലൈഹിന്റെ ഉടനെ ഫസലിന്റെ ദമീറിനെ കൊണ്ടുവരൽ ഫലി തഖ്സീസിഹി മുസ്നദ് ഇലൈഹിനെ ഖാസാക്കാൻ വേണ്ടിയിട്ടാണ് ബിൽ മുസ്നദി മുസ്നദ് കൊണ്ട്. അതായത് മുസ്നദിനെ മുസ്നദ് ഇലൈഹിന്റെ മേൽ ചുരുക്കാനാണ്. അദ്ദുഹാ വൽ ഇബാദത്തു മുസ്നദ് ഇലൈഹി, ദുആ മുസ്നദ് ഇലൈഹിയാണ്. എന്നിട്ട് ഹുവ പറഞ്ഞു. അതിനുശേഷം അൽ ഇബാദത്ത് എന്ന മുസ്നദിനെ പറയുമ്പോൾ ഇബാദത്തിനെ ദുആഇന്റെ മേൽ ചുരുക്കണം. അപ്പൊ എന്താവും? ദുആ മാത്രമാണ് ഇബാദത്ത്. അപ്പൊ ഇബാദത്തിനെ ദുആഇന്റെ മേൽ ചുരുക്കുമ്പോൾ ഇബാദത്ത് മഖ്സൂറും ദുആ എന്തായി? മഖ്സൂർ അലൈഹിമായി. ഇബാദത്ത് ഏതുണ്ടോ അതൊക്കെ ദുആയാണ്. അപ്പോ എല്ലാ ദുആവും ദുആ മാത്രമാണ് ഇബാദത്ത് എന്നാണ് നമ്മൾ അർത്ഥം. ദുആ മാത്രമാണ് ഇബാദത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തായി? എല്ലാ ഇബാദത്തും ദുആയാണ് എന്നല്ലാതെ എല്ലാ ദുആവും ഇബാദത്താണ് എന്നല്ല. അദ്ദുആഹു വൽ ഇബാദത്തു, അദ്ദുആഹു എന്ന മുസ്നദ് ഇലൈഹിന്റെ ഉടനെ ഹുവ എന്ന മുസ്നദിനെ കൊണ്ട് ഹുവ എന്ന ഫസലിന്റെ ദമീറിനെ കൊണ്ടുവന്നപ്പോൾ അൽ ഇബാദത്ത് എന്ന മുസ്നദിനെ ദുആ എന്ന മുസ്നദിലെ മേൽ ചുരുക്കുക എന്ന് പറഞ്ഞാൽ ദുആ മാത്രമാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദുആ മാത്രമാണ് ഇബാദത്ത്. ഏത് ഇബാദത്ത് എടുത്താലും അതിൽ ദുആയുണ്ട്. കുല്ലു ഇബാദത്തിൻ ദുആഉൻ എന്നാണ് അതിന്റെ അർത്ഥം. വഹാബി വെക്കണമാകുകയാണെങ്കിലോ ദുആ ഇബാദത്ത് മാത്രമാണ്. അപ്പൊ എന്തായി? അവന്റെ അടുക്കൽ അവൻ പറയുന്ന അർത്ഥപ്രകാരം ഏത് ദുആയും ഇബാദത്തിനാവും. നമ്മുടെ അർത്ഥം അങ്ങനെയല്ല. നിയമപ്രകാരം അർത്ഥം എങ്ങനെയാണ്? ദുആ മാത്രമാണ് ഇബാദത്ത്. ദുആ മാത്രമാണ് ഇബാദത്ത് എന്ന് പറയുമ്പോൾ ഇബാദത്ത് ഏതുണ്ടോ അത് മുഴുവനും ദുആയാണ്. സയ്യിദുൽ വൽ മുന്തലിക്കു, സയ്യിദ് മാത്രമാണ് പോകുന്നവെന്ന് പറഞ്ഞാൽ പോക്കുണ്ടോ അത് സയ്യിദ് മാത്രമാണ്. ഏത് ഇന്തിലാക്കും അത് സയ്യിദിൽ മാത്രമാണ് ഒതുങ്ങിയിരിക്കുകയാണ്. ഇന്തിലാക്കുന്ന സംഗതിയുടെ മാഹിയത്തോടെ നടക്കുന്നുണ്ടോ അത് സയ്യിദിൽ ഒതുങ്ങി. എന്നതുപോലെ ഇബാദത്ത് ഇവിടെ നടക്കുന്നുണ്ടോ അത് ദുആയിൽ ഒതുങ്ങി എന്നാണ്. എന്ന് വെക്കുമ്പോൾ ഏതൊരു ദുആ എടുത്താലും ഏത് ഇബാദത്ത് എടുത്താലും അതിൽ ദുആയുണ്ട് എന്നാവും അതിന്റെ അർത്ഥം. വഹാബി പറയുന്ന മാതിരിയല്ല. പിന്നെ അതാണ് ലിഅന്ന മഅന ഖൗലിന, നമ്മുടെ ഖൗലിന്റെ മഅന സയ്യിദുൻ ഹുവൽ ഖായിമു, സയ്യിദ് ഹുവൽ ഖായിമു അവൻ മാത്രമാണ് നിൽക്കുന്നവൻ. അന്നൽ ഖിയാമ മഖ്സൂറുൻ അലാ സയ്യിദിൻ, ഖിയാമ് സയ്യിദിന്റെ മേൽ ചുരുക്കപ്പെട്ടു. ലാ യതജാവസുഹു, ഖിയാമ് സയ്യിദിനെയും വിട്ട് അംറിലേക്ക് വിട്ട് കടക്കുകയില്ല. ഫൽ ബാഉ ഫീ ഖൗലിഹി ഫലി തഖ്സീസിഹി ബിൽ മുസ്നദി, ഫലി തഖ്സീസിഹി ബിൽ മുസ്നദി എന്ന ഖൗലിലുള്ള ബാ, ബിൽ മുസ്നദിയിലെ ബാഇനെ പറ്റിയാണ് പറയുന്നത്. മിസ്ലുഹ ആ ബാ പോലെയാണ് ഫീ ഖൗലിഹിം അവരുടെ ഖൗലിലുള്ള ബാ പോലെയാണ്. ഖസ്സസ്തു ഫുലാനം ബിദ്ദിക്രി, ഫുലാനിനെ പറയലുണ്ട് ഞാൻ പ്രത്യേകമാക്കി. അതായത് മഖ്സൂറിൽ ബാ കടന്നു, ഫുലാനെ മാത്രം പറഞ്ഞു. ദിക്ർ ആരിന്? ഫുലാനിൽ ഒതുക്കി എന്നാണ്. അല്ലേ ഐ ദക്കർത്തുഹു, അവനെ ഞാൻ പറഞ്ഞു, ദൂന കൊയ്രി അവനല്ലാത്തവനെ കൂടാതെ എന്ന് പറയുന്നതായി. അവനെ മാത്രം പറയൽ അവനിൽ ഒതുക്കി, പറയല് അവന്റെ മേൽ ചുരുക്കി. അപ്പൊ ദിക്ർ എന്ന് മഖ്സൂർ, ഫുലാൻ മഖ്സൂർ അലൈഹി, കഅന്നക നീ ആയതുപോലെ ജഅൽതുഹു അവനെ ആക്കി, മിൻ ബൈനിൽ അശ്ഖാസി എല്ലാവരുടെ ഇടയിൽ നിന്നും അവനെ നീ ആക്കി. മുഖ്തസം ദിക്രി പറയുന്നുണ്ട് മുഖ്തസാക്കി, ഐ മുൻഫരിദൻ ബിഹി ദിക്റുകൊണ്ട് മുൻഫരിദാക്കി എന്നാണ്. അപ്പൊ മഖ്സൂറിൽ ബാഗ് കടന്നു കേട്ടോ, മഖ്സൂറിൽ ബാഗ് കടക്കും. അപ്പൊ നമ്മൾ അൽഫിയലൊക്കെ വല്ലിസ്മു ഖദ്ഹു സീസ ബിൽ ജദി കമാ ഖദ്ഹു സിസൽ ഫിലു ബി അയ്യൻ ജസിമാ. വല്ലിസ്മു ഇസ്മാകുന്നത് ഖദ്ഹു സിസ, ആ ഇസ്മിനെ ഖാസാക്കപ്പെട്ടു ബിൽ ജദി ജറുകൊണ്ട്.
അപ്പൊ ജറിനെ ഇസ്മിന്റെ മേൽ ചുരുക്കി. ജറ് മഖ്സൂറാണ്, ഇസ്മ് മഖ്സൂർ അലൈഹിയാണ്. അവിടെ ബാ കടന്നതും ഇവിടെ കടന്നതുപോലെ മഖ്സൂറിലാണ് ബാ കടന്നത്. ബാ മഖ്സൂറിൽ കടന്നു. അപ്പൊ അവിടെ ചില അൽഫിലൊക്കെ, പഴയ അൽഫിലൊക്കെ ഫി ഹാദിഹിൽ ഇബാറത്തി കൽബുൻ, ഈ ഖദ് ഖുസ്സിസ ബിൽ ജർരി എന്ന ഇബാറത്തിൽ കൽബുണ്ട്. ഐ വൽ ജർറു ഖദ് ഖുസ്സിസ ബിൽ ഇസ്മി എന്നാണ് പറയേണ്ടത്. അതായത് മഖ്സൂർ അലൈഹിലാണ് ബാ കടക്കേണ്ടത്. ഇവിടെ മഖ്സൂറിൽ കടന്നു. അപ്പൊ ഇബാറത്തിൽ കൽബുണ്ട് എന്നാണ്. അപ്പൊ ഈ ഇബാറത്ത് പ്രകാരം ഇവിടെ എങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടത്? ജറിന്റെ മേൽ ഇസ്മിനെ ചുരുക്കിന. ഇവിടെ ഉള്ളത് അർത്ഥം എന്താണ്? ഇസ്മിനെ ജറ് കൊണ്ട് ഖാസാക്കപ്പെട്ടു. ജറ് ഇസ്മിൽ മാത്രം. ഇബാറത്തിൽ കൽബുണ്ട് എന്ന് പറയുമ്പോൾ ആ കൽബുണ്ട് എന്ന് പറയുന്നവരുടെ അടുക്കൽ ബാ മഖ്സൂർ അലൈഹിലേക്ക് അടുക്കാൻ പാടുള്ളൂ. അപ്പൊ ബിൽ ജരി എന്നുള്ളത് മഖ്സൂർ അലൈഹിം അല്ലിസ്മു മഖ്സൂർ ആവുമ്പോ എന്താവും അർത്ഥം? ജറിന്റെ മേൽ ഇസ്മിനെ ചുരുക്കി എന്നാവും. അപ്പോ ഇസ്മില് ജറ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാവും. അത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് കൽബുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ആ കൽബുണ്ട് എന്ന് പറഞ്ഞതിൽ കൽബുണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം മഖ്സൂറിലും ബാ കടക്കാം എന്നിപ്പോ മനസ്സിലായല്ലോ. ഫലി തഖ്സീസിഹി ബിൽ മുസ്നദി ഇവിടെ ശരിക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഫൽ ബാഉ എവിടെ പറഞ്ഞത്? ഫൽ ബാഉ ഫി ഖൗലിഹി ഫലി തഖ്സീസിഹി ബിൽ മുസ്നദി മിസ്ലുഹാ ഫി ഖൗലിഹി മുഖസ്സസ്തു ഫുലാനം ബിദ്ദിക്രി. അവിടെ ദിക്ർ മഖ്സൂറാണ്. അപ്പൊ മഖ്സൂറിൽ ബാ കടക്കാം. അപ്പോ പിന്നെ വല്ലിസ്മു ഖദ് ഖുസ്സൂസ ബിൽ ജരി എന്ന് പറഞ്ഞോടത്ത് ഫി ഹാദിഹിൽ ഇബാറത്തി കൽബുൻ, ഇബാറത്തിൽ കൽബുണ്ട്. ഐ വൽ ജർറു ഖദ് ഖുസ്സിസ ബിൽ ഇസ്മി എന്ന് ബാ ഇങ്ങോട്ടാണ് അല്ലിസ്മിലേക്കാണ് കടക്കേണ്ടത്. അല്ലിസ്മ് മഖ്സൂർ അലൈഹിയാണ്, ജറ് മഖ്സൂറാണ്. മഖ്സൂർ അലൈഹിലാണ് ബാ കടക്കേണ്ടത്. ഇവിടെ മഖ്സൂറിൽ കടന്നു. അതുകൊണ്ട് ഇബാറത്തിൽ കൽബുണ്ട് എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് മനസ്സിലാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ബാ നോക്കിയിട്ട് മഖ്സൂറും മഖ്സൂർ അലൈഹിം തീരുമാനിക്കാൻ പറ്റുകയില്ല. ബാ ചില സമയത്ത് മഖ്സൂർ അലൈഹിൽ കടക്കും, ചിലപ്പോൾ മഖ്സൂറിലും കടക്കും. മഖ്സൂറും മഖ്സൂർ അലൈഹിം ഏതാണെന്ന് വേറെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. പിന്നെ വൽ മഅന ഹൗല, ഇവിടെ മഅന ജഅലുൽ മുസ്നദി ഇലൈഹി, മുസ്നദ് ഇലൈഹിയെ ആക്കലാകുന്നു. എന്താക്കലാണ്? മിൻ ബൈനി മാ യസിഹു ഇത്തിസാഫുഹു ബികൗനിഹി മുസ്നദൻ ഇലൈഹി. മിൻ ബൈനി മാ ചിലതിന്റെ ഇടയിൽ നിന്ന് മുസ്നദ് ഇലൈഹിനെ ആക്കുക. ഇവിടെ പറഞ്ഞ മുസ്നദ് ഇലൈഹിനെ യസിഹു ഇത്തിസാഫുഹു ആ ഒന്ന് വസ്ഫ് സിദ്ധിക്കൽ പറ്റും. ബികൗനിഹി മുസ്നദൻ ഇലൈഹി, അത് മുസ്നദ് ഇലൈഹി ആകലുകൊണ്ട്. അപ്പോൾ മുസ്നദ് ഇലൈഹി ആവാൻ പറ്റുന്ന പല വസ്തുക്കളിൽ നിന്ന് ഇവിടെ പറഞ്ഞ മുസ്നദ് ഇലൈഹിനെ ഖാസാക്കുക, മുഖ്തസൻ ഖാസാക്കുക. എന്ത്? ബി അയ്യസ്ബുത്ത് ലഹുൽ മുസ്നദു, ഈ മുസ്നദ് അതിലേക്ക് സുബൂത്താകലുകൊണ്ട്. ഇവിടെ പറഞ്ഞ മുസ്നദ് ഈ മുസ്നദ് ഇലൈഹിക്ക് മാത്രമാണുള്ളത്. ഈ മുസ്നദ് പല മുസ്നദ് ഇലൈഹിക്കും പറ്റും. പക്ഷേ ഇപ്പോൾ ഈ മുസ്നദ് ഇലൈഹിക്ക് മാത്രമാണുള്ളത്. ഇന്തിലാക്ക് ഖിയാമെന്ന പണി അമ്രിനും ശഹിയാകും, ബക്കറിനും എല്ലാം ശഹിയാകും. പക്ഷെ ഇപ്പോൾ ഖിയാമ് ആർക്ക് മാത്രമാണുള്ളത്? സയ്യിദിന് മാത്രമാണുള്ളത്. കമായുക്കാല് പറയപ്പെടും പോലെ ഇയ്യാക നഅ്ബുദു എന്നതിൽ പറയപ്പെടും പോലെ എന്നാൽ നിനക്ക് മാത്രം നമ്മൾ ആരാധിക്കുന്നു. മഅനാഹു ഐന മഅന നഖുസ്സുക ബിൽ ഇബാദത്തി പറഞ്ഞതിന്റെ അർത്ഥാണ് വെക്കുന്നത്. അവിടെ ഖസറുണ്ടോ ഹസറുണ്ടോ തഖ്സീസുണ്ടോ എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. നഖുസ്സുക ബിൽ ഇബാദത്തി, ഇബാദത്ത് കൊണ്ട് നിന്നെ നമ്മൾ പ്രത്യേകമാക്കുന്നു. ലാ നഅ്ബുദു ഗൈറക, നീ അല്ലാത്തവരെ നമ്മൾ ആരാധിക്കുകയില്ല എന്നാണ്. എന്നതുപോലെ അവിടെ തഖ്സീസുള്ളതുപോലെ. അപ്പോ ഇബാദത്ത് പലർക്കും ചെയ്യാൻ പറ്റും.
പലരും ചെയ്യുന്നുമുണ്ട്. അതിൽ നിന്ന് ഞങ്ങളുടെ ഇബാദത്ത് റബ്ബേ നിനക്ക് മാത്രം എന്നാണല്ലോ അവിടുത്തെ അർത്ഥം. എന്നതുപോലെ ഖിയാമ് പലർക്കും പറ്റും. പക്ഷേ ഇപ്പോൾ ഖിയാമ് ആർക്ക് മാത്രം? സയ്യിദിന് മാത്രം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.